നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വ്ളോഗായിട്ട് വരുന്നത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ആർക്കൊന്നും പോയൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാറ്റർഡേ നൈറ്റ് 11:30 ആയി കഴിഞ്ഞപ്പോൾ വിശ്വനാഥ് ആൻഡ് സൺസ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും വെളുപ്പിന് 3:30 ആയിട്ടാണ്. എന്നിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഉണ്ടടാ 11:45 ഞാനും ചാച്ചനും ഡോണും കൂടി അണ്ട പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷൊക്കെ ആയി നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അമ്മയുടെയും പപ്പയുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഞാനും ഐശുവാണ് കഴിക്കാനുള്ളത്. ചാച്ചനാണെങ്കിൽ 5:30 പോയി, കാരണം ആൾക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കുന്ന സമയമായപ്പോഴത്തേക്കാണ് ചാച്ചന് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആൾ ഓൾറെഡി പുറത്തുനിന്ന് കഴിച്ചെന്ന് പറഞ്ഞ കാരണം പിന്നെ ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഐശ്വനും മാത്രമാണ് ഉണ്ടാക്കുന്നത്. അമ്മയും പപ്പയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ അവരെപ്പോഴാണോ എണീക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ എണീക്കുന്നത്. ഞാൻ പറയും എന്തിന് ഇത്ര നേരത്തെ എണീക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് ആ ഒരു ശീലിച്ച റൊട്ടീൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറാനേ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ദോശ ശരിയായില്ല എന്നും പറഞ്ഞിട്ട് അമ്മ ദേ ഉണ്ടാക്കണേണ്. എനിക്കാണെങ്കിൽ ഗോതമ്പ് ദോശയാണെന്നുണ്ടെങ്കിൽ അധികം മൊരിഞ്ഞിട്ടുള്ളത് ഇഷ്ടമല്ല, അതേപോലെ ചൂടും ഇഷ്ടമല്ല. അപ്പം ഞാൻ അമ്മയോട് പറയായിരുന്നു ഗോതമ്പ് ദോശയാണെങ്കിൽ അമ്മയ്ക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കായിരുന്നു കേട്ടോ. ചില സംഭവങ്ങൾ എനിക്ക് ചൂട് വേണം, ചിലതിനൊന്നും എനിക്ക് ചൂട് വേണ്ട. അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. ചാച്ചൻ വന്നതിന് ശേഷം പിന്നെ ചാച്ചൻ്റെ ഷൂട്ടിംഗ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കണായിരുന്നേ. കുറേ വീഡിയോസൊക്കെ വരും, കുറേ ഫോട്ടോസൊക്കെ വരും, നീ കൊതിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ പപ്പയുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ റൂമിലേക്ക്. അപ്പോൾ അവർ വരുന്നതിൻ്റെ ഒരു പ്രിപ്പറേഷനും കൂടി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചെക്കന്മാർ രണ്ടുപേരും അവിടെ ഇങ്ങനെ തന്നെ നിന്ന് കളിക്കണ കാരണം ഒരു ടെൻഷനാണ് കേട്ടോ. കാരണം ഉമ്മ വെച്ച് കളിച്ചതിൻ്റെ വിത്തിൻ സെക്കൻഡ്സ് ആയിരിക്കും അടി പൊട്ടുക. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ഇടയിൽ ആരെങ്കിലും ഒരാൾ നിർത്തിയിട്ടായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പുറത്തോട്ടേക്ക് വരാം കേട്ടോ. അങ്ങനെ എൻ്റെ ചായടി കഴിഞ്ഞു. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അപ്പോഴത്തേക്കും പപ്പ എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ട കാഴ്ച ഡോണുവിന് അങ്ങോട്ട് സ്നേഹം കയറിയിട്ട് പപ്പേനെ അങ്ങ് ഞെക്കി കൊല്ലുവാണ് കേട്ടോ. ഡോണുവിന് അങ്ങനെയാണ്, സ്നേഹം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ പെരുമാറുന്നത് നമ്മുടെ മുഖത്തായിരിക്കും, മുഖത്തും തലയിലും. പപ്പയ്ക്കാണെങ്കിൽ തലയിലും മുടിയില്ലാത്ത കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് പപ്പയുടെ മൊട്ടത്തലയിൽ പെരുമാറാനായിട്ട് കേട്ടോ. പപ്പ ഇപ്പം ഇങ്ങനെ നിൽക്കണ കാരണം പപ്പയുടെ ഷോൾഡറിൽ കയറി ഇരിക്കണതാണ്. പപ്പ എങ്ങാനും കിടക്കാണെന്നുണ്ടെങ്കിലോ എൻ്റെ പൊന്നെ രണ്ടുപേരുടെയും കളിപ്പാവയാണ്. ആ മൊട്ടത്തലയിൽ എന്തൊക്കെ വികൃതികൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവൻ ചെയ്തുകൊണ്ടിരിക്കും. ഇവനാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ഏതുമ്പോൾ പിന്നെയും പുറത്താണ് പപ്പയുടെ കയറിയിരിക്കുക, ഇവൻ തലയിലേ കയറിയിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഗസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വീട് ഒന്ന് ഇവർ ഇപ്പോൾ വന്നേക്കണ കാരണം ഫുള്ള് ടോയ്സും അതേപോലെ ഇവരുടെ കുറേ ഡ്രസ്സും, അതായത് ഇപ്പോൾ ഇവർക്ക് ടോയ്സും നല്ല അധികം വേണ്ടത് പുതപ്പ്, തലേണയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഉണ്ടാക്കുക, പപ്പയുടെ ജീപ്പ് ഉണ്ടാക്കുക, ബുള്ളറ്റ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരിടയ്ക്ക് ഫുള്ള് ടോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുള്ള് തുണികളായിരിക്കും കേട്ടോ. അപ്പോൾ ഗസ്റ്റ് വന്നതല്ലേ നമുക്ക് ഫുള്ള് ക്ലീൻ ആക്കാമെന്നും പറഞ്ഞിട്ട് ആയിഷും ഏതപ്പനും കൂടി ഇറങ്ങിയേക്കാണ്. ഏതമോനാണെന്നുണ്ടെങ്കിൽ പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആളുടെ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ. ഇത്തവണ നല്ല മൂഡായതുകൊണ്ട് തന്നെ ഐശ്വര്യ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഡോണു ആണെന്നുണ്ടെങ്കിൽ ആ പാപ്പനെ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിലും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണു കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ആ പാപ്പനെ ഒട്ടി ഇങ്ങനെ ഇരിക്കും. നാട്ടിലുള്ള സമയത്ത് ഇവർ രണ്ടുപേരും ഞാൻ നാട്ടിലാക്കിയ സമയത്തുണ്ടല്ലോ ഞാനൊന്ന് വിളിക്കണമായിരുന്നു ഇവരെന്നെ മൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇവിടെ വന്നതിന് ശേഷം ഡോണു എൻ്റെ അടുത്ത് നിന്ന് മാറണേ ഇല്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഡോണിനോട് ചോദിക്കും, ഡോണു അപ്പാപ്പനെയാണ് ഇഷ്ടം അച്ചുവിനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അവനപ്പ പറയും അച്ചുവിനെയാണ് ഇഷ്ടം എന്ന്. അപ്പോൾ അപ്പാപ്പൻ അവിടെ കിടന്നിട്ട് എടാ നീ കാല് മാറിയില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഡോണു അപ്പാപ്പനെയാണ് ഇഷ്ടം എന്ന് പറയും. ആരെയും വിഷമിപ്പിക്കില്ല, രണ്ടുപേരും ഇഷ്ടമാണെന്നൊക്കെ പറയും കേട്ടോ. ക്ലീനിങ് ഒക്കെ ഏതമ്മോൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ ഞാനും അമ്മയും കൂടി ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും സാലഡ്, പിന്നെ ചിക്കൻ 65, ഡെക്ക് റോസ്റ്റ്, ഇതൊക്കെയാണ് നമ്മുടെ സൺഡേ വിഭവങ്ങൾ കേട്ടോ. അച്ഛനാണെന്നുണ്ടെങ്കിൽ 3 മണിക്ക് ഒരു ക്ലയൻറ്റ് ഉള്ളതുകൊണ്ട് ആൾ ഡ്യൂട്ടിക്ക് പോയി. 4-5 മണിയാകുമ്പോഴേക്കും ആൾ എത്താമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പള്ളിയിലെ കഴിഞ്ഞിട്ട് പപ്പയും പപ്പയുടെ ഫ്രണ്ട്സും അലിസ്റ്റർ ബ്രോയും കൂടി നേരെ ഇങ്ങോട്ടേക്ക് അണ്ട പോന്നിട്ടുണ്ടായിരുന്നത്. അവർ വന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങൾ സെർവ് ചെയ്യാണ് കേട്ടോ. ഇത് മോനാണ് സെർവ് ചെയ്യണത്. എന്തൊക്കെ വേണം, ചോറെടുക്ക്,
കറി എടുക്കുക എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ ആള്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചാച്ചൻ എത്തിയിട്ടുണ്ടായിരുന്നു. ചാച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ചായക്കുള്ള സ്നാക്സും കൂടി വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്നാക്സൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയായിരുന്നു കേട്ടോ. പപ്പയ്ക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. പപ്പയുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ കിട്ടുകയാണെങ്കിൽ പപ്പയുടെ പോലത്തെ ഫ്രണ്ട്സിനെ കിട്ടണം. അതായത് പപ്പയുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ അതേപോലത്തെ ഫ്രണ്ട് സർക്കിളിനെ കിട്ടണം. പപ്പ ഇപ്പം ഇവിടെ ദുബായ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പയ്ക്ക് ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം മിക്ക ആഴ്ചകളിലും ആരെങ്കിലുമൊക്കെ വന്നിട്ട് പപ്പനെ പിക്ക് ചെയ്തിട്ട് പോകും. നമുക്ക് അവിടെ പോവാ സണ്ണിച്ചേട്ട, ഇവിടെ പോവാ സണ്ണിച്ചേട്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാണാത്ത സ്ഥലങ്ങൾ വരെ പപ്പ ഇപ്പം പോയി കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടോ. പിന്നെ ഞാനും ചാച്ചനും കൂടി ഒന്ന് കരാമ വരെ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് സലോണിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പം തലയിലാണെങ്കിൽ നല്ലോണം ഡാൻഡ്രഫ് വന്നിട്ടുണ്ട്, ചൂടും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ഹെയർ സ്പാ ചെയ്യാമെന്ന് വിചാരിച്ചു, ഡാൻഡ്രഫ് സ്പാ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പായിൽ ഈ മസാജാണ് കേട്ടോ. എൻ്റെ പൊന്നി, ഞാൻ വേണമെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങും, അതേപോലത്തെ മസാജാണ്. എനിക്ക് എൻ്റെ തലയിലോ മേത്തൊക്കെ ആരെങ്കിലും ഇതേപോലെ മസാജ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും അവിടെ കിടന്ന് ഉറങ്ങും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ. നമ്മുടെ ബോഡി അത്രയും റിലാക്സ് ആവും കേട്ടോ. അപ്പം ഞാൻ പോകുന്നത് കരാമയിലുള്ള ഹെയർ എക്സ്ട്രീം സലൂണിലാണ് കേട്ടോ. അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം പോയിട്ടുള്ളത്. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഹെയറൊന്നും അങ്ങനെ കെയർ ചെയ്യാറില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് കേട്ടോ. ഈ ഡാൻഡ്രഫ് കൂടാനുള്ള കാരണം കൂടി അതാണ്. പിന്നെ ഇവിടെ നമ്മളുടെ ബിൽഡിങ്ങിലെ വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കിയതിന് ശേഷം വരണ വെള്ളം ഉണ്ടല്ലോ, ഈ ക്ലോറിൻ മണത്തിട്ട് നിൽക്കാൻ പോലും പറ്റില്ല. അമ്മാതിരി കലക്കാണ് അവർ കലക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. ഒന്നാമത് ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ തലയിൽ ഡാൻഡ്രഫ് ഇങ്ങനെ കൂടിക്കൂടി വരിക. അപ്പോൾ എന്തായാലും ഓൾറെഡി ട്രീറ്റഡ് ഹെയർ ആണല്ലോ, അപ്പോൾ 2 മാസം കൂടുമ്പോൾ ഒക്കെ ഇതേപോലെ സ്പാ ചെയ്യണം നല്ലതാണ്. ഇപ്പോൾ ഞാൻ കുറേ ആയി ചെയ്തിട്ട്. അങ്ങനെ സ്പായുടെ ഒപ്പം തന്നെ ഫേഷ്യലും പിന്നെ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൈമത്തെ നഖം ഭയങ്കര കുഞ്ഞായതുകൊണ്ട് അതുമ്പോൾ നെയിൽ പോളിഷ് ഇട്ടാലും വലിയ വൃത്തിയൊന്നും ഉണ്ടാവാൻ പോണില്ല. ഇച്ചിരി നഖമൊക്കെ ഉണ്ടെങ്കിലല്ലേ നെയിൽ പോളിഷ് ഇട്ട ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ കൈമിടണ്ടെന്ന് പറഞ്ഞു. പിന്നെ കാലുമയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇക്ലിയായിട്ട് വയ്യായിരുന്നു കേട്ടോ. ഭയങ്കര ഇക്ലിയായിരുന്നേ. ഒരു കണക്കിനാണ് കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല രസത്തിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാൽമയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു റെഡ് കളറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ഡാർക്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ റെഡിനോട് എനിക്കൊരു ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ട്. പിന്നെ ഇത് ഇട്ട് വന്ന് എന്തായാലും വീട്ടിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അയ്യേ എന്ന് പറയുള്ളൂ. കാരണം അമ്മയ്ക്ക് റെഡ് ഇഷ്ടമല്ല. എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാത്രം റെഡ് ഇഷ്ടമുള്ളൂ കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ എന്തെടുത്ത് കഴിഞ്ഞാലും ആദ്യം എൻ്റെ കണ്ടു പോണത് റെഡിലേക്കായിരിക്കും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ. പക്ഷേ ഞാൻ കൂടുതലും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആദ്യം കണ്ടുപോകുന്നത് റെഡിലേക്കായിരിക്കും. എന്തായാലും പെഡിക്യൂറും മാനിക്യൂറും എല്ലാവരും കഴിഞ്ഞിട്ട് ഞാൻ സെറ്റായിട്ടുണ്ട്. ചാച്ചനാണെന്നുണ്ടെങ്കിൽ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണതാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ ആള് പൊറോട്ടയും ബീഫും വാങ്ങാമെന്നും പറഞ്ഞ ആളും പോയി. നമ്മൾ തിരിച്ചതേ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കന്മാർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരായിട്ടായിരുന്നു കേട്ടോ ചാച്ചൻ കളി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം. അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം.